സംഗതിയൊക്കെ ഉഷാറല്ലേ? ഉഷാറാണ്. എന്താ ഇപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത്? ഇസ്ലാമിന്റെ കുഴപ്പമാണോ? നിങ്ങള് ഇസ്ലാം നിരോധിക്കാനുള്ള കാരണം? ഇസ്ലാം ഒരു പ്രശ്നമായതുകൊണ്ടാണ് കുട്ടികളെ. അള്ളാഹു ഏറ്റവും കാണിച്ചത് ഇതല്ലേ, ടൈറ്റാനിക് മുങ്ങിപ്പിക്കും പറഞ്ഞ മുങ്ങിപ്പിക്കലേ. അള്ളാഹു ടൈറ്റാനിക് മുക്കിയോ? എങ്ങനെ? ഇല്ല, അള്ളാഹു നിരോധിക്കാനുള്ള കാരണം അള്ളാഹു ടൈറ്റാനിക് മുക്കിയെന്നോ? എന്തിനാണ് അള്ളാഹു ടൈറ്റാനിക് മുക്കിയത്? എന്തുകൊണ്ടാണ് വിശ്വാസമില്ലാത്ത ഇസ്ലാമിനെ? അല്ല, ഇത് പറയൂ, അതൊക്കെ നമുക്ക് പറയാലോ, സമയമുണ്ടല്ലോ. അള്ളാഹു എന്തിനാ ടൈറ്റാനിക് മുക്കിയിട്ടുണ്ടാവും എന്ന് പറയൂ. അള്ളാഹുവിനെ ധിക്കരിച്ചു പോയത്. അള്ളാഹുവിനെ ധിക്കരിച്ച് അപ്പൊ കൊല്ലും, അങ്ങനെയാണോ? നിങ്ങൾ നിരോധിക്കുകയും എന്നെ നിരോധിച്ചാൽ നിങ്ങൾക്ക് നരകം നിങ്ങളുടെ കാവലാണ്. എങ്ങനെ ബാക്കി കേട്ടില്ല. നിങ്ങളുടെ വീടാണ് നരകം. അപ്പൊ ഈ അവർക്ക് ഇസ്ലാമിൽ വിശ്വാസം ഇല്ലാതെ ആക്കിയത് ആരാണ്? അവരുടെ ഇസ്ലാമിലുള്ള വിശ്വാസം കളഞ്ഞതാരാ? ഇബിലീസ്. ഇബിലീസിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതാരാണ്? ഇബിലീസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അള്ളാഹു ഫസ്റ്റ് ഭൂമിക്ക് മനുഷ്യനെ പരീക്ഷിക്കാൻ വിട്ടപ്പോ മനസ്സിലായി. അപ്പോ ഒരാള് ഒരു തെറ്റ് ചെയ്യുന്നു, ഓക്കെ, ആ തെറ്റ് അയാളെ കൊണ്ട് ചെയ്യിക്കുന്നതിൽ അള്ളാഹുവിന് വല്ല പങ്കുണ്ടോ? ഉണ്ട്. അള്ളാഹുവിന് പങ്കുണ്ട്. അങ്ങനല്ല, പങ്കെന്ന് വെച്ചാല് ഉണ്ടോ ഇല്ലേ? പങ്കില്ല. അപ്പൊ അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇബ്ലീസ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ, അള്ളാഹു അല്ലല്ലോ. ശരി, അപ്പൊ ഞാൻ ചോദിക്കണത്, ഇബ്ലീസ് ഒരു കാര്യം ചെയ്യുന്നു, ഓക്കെ, ഇബ്ലീസിനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് ആരാ? അപ്പോ ഇബ്ലീസും അള്ളാഹും ഒരേപോലെ നിൽക്കുന്ന രണ്ടാൾക്കാരാണോ? അല്ല. ശരി, അപ്പോ ഇബ്ലീസ് ഒരു കാര്യം ചെയ്യുന്നത് ഇബ്ലീസിന്റെ സ്വന്തം തീരുമാനപ്രകാരമാണോ അതോ അത് അള്ളാഹു ചെയ്യിക്കുന്നതാണോ? അപ്പൊ ഈ അള്ളാഹു വിചാരിക്കാത്ത കാര്യം ഇബ്ലീസിന് ചെയ്യാൻ പറ്റുമോ? എന്താണ് അനുവാദം കൊടുത്തുന്നോ? എന്ന് വെച്ചാൽ ഒരാളെ വഴി പഴപ്പിക്കാനുള്ള അനുവാദം ഇബ്ലീസ് കൊടുത്തിട്ടുണ്ട്, ഇബ്ലീസിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരാളെ ഇബ്ലീസ് വഴി പഴപ്പിക്കുന്നത് അള്ളാഹു പറഞ്ഞതിന്റെ പേരിലാണ്. എന്നിട്ട് പിന്നെ അള്ളാഹു തന്നെ അയാളെ പിടിച്ച് നരകത്തിൽ വിടും.